ഹരേ കൃഷ്ണ. കുംഭം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം എന്തെല്ലാം കൊണ്ടുതരും? കോടീശ്വരനാക്കുമോ നിങ്ങളെ? വീഡിയോ കാണുക. അടുത്ത 8 വർഷത്തേക്ക് അതിചാരി സ്ഥിതിയിലാണ് വ്യാഴം സ്ഥാനമാറ്റം ചെയ്തിരിക്കുന്നത്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ വിശദമായിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡായിട്ടുണ്ട്, ദയവായി കാണുക. അതിചാരി അവസ്ഥ എന്നാൽ നോർമലായിട്ട് വ്യാഴത്തിന് ഒരു ഹൗസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി 1 വർഷമാണ് എടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതിചാരി സ്ഥിതിയിൽ ആയതുകൊണ്ട് ആ 1 വർഷം എടുക്കത്തില്ല. 4-5 മാസം കൊണ്ട് ഒരു ഹൗസ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. പ്ലാനറ്റുകൾക്ക് സ്ഥാനചലനം ചെയ്യുന്നത് 3 ഗതിയാണ്, 3 സ്ഥിതിയാണ് അവർക്കുള്ളത്. ഒന്ന് സാമാന്യഗതി, വക്രഗതി, ഒന്ന് അതിചാരി ഗതി. അപ്പോൾ വ്യാഴം ഇപ്പോൾ വന്നിരിക്കുന്നത് അതിചാരി ഗതിയിലാണ്. കഴിഞ്ഞ 1 വർഷത്തോളം വ്യാഴം 4th ഹൗസിൽ, അതായത് ശുക്രന്റെ, വീനസിന്റെ രാശിയിലായിരുന്നു. വ്യാഴവും വീനസും ശുക്രനും ശത്രുക്കളാണ്. എന്തെന്നാൽ ശുക്രൻ പൃഥ്വി തത്വത്തിന്റെ രാശിയും വ്യാഴം ആകാശതത്വത്തിന്റെ രാശിയുമാണ്. അപ്പോൾ ആകാശവും ഭൂമിയും തമ്മിൽ വളരെ വളരെ അകലെയുള്ളതും വളരെ വ്യത്യസ്തമായതുമാണ്. ഇവ രണ്ടുപേരും ശത്രുക്കളാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 1 വർഷക്കാലം നിങ്ങൾക്ക് അത്ര അനുയോജ്യമായ സമയം അല്ലായിരുന്നത്. സമയക്കുറവ് കൊണ്ട് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഇരുന്നതല്ല. അപ്പോൾ അജയ്കുമാർ ചേട്ടൻ്റെ ഒരു റെക്കമെൻഡേഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. 15 മെയ് മുതൽ ആകാശതത്വമായ വ്യാഴവും വായു തത്വമായിട്ടുള്ള മിഥുന രാശിയിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 1 വർഷം നിങ്ങൾക്ക് ശത്രുക്കൾ കൂടിയോ, ജോലി സ്ഥലത്തോ ഫ്രണ്ട് സർക്കിളിലോ ഒക്കെ ശത്രുക്കൾ കൂടിക്കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അമ്മയോട് പോലും നിങ്ങൾക്ക് ഒരു അകൽച്ച വന്നിരിക്കേണ്ട ഒരു സമയമായിരുന്നു കഴിഞ്ഞ 1 വർഷം. ഇപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥാനം 5th ഹൗസിൽ, 5ാമത്തെ ഹൗസിലാണ്. 5th ഹൗസ് എന്താണെന്നല്ലേ? എഡ്യൂക്കേഷൻ്റെ, ഷെയർ മാർക്കറ്റിൻ്റെ, സന്താനത്തിൻ്റെ, ലവ് റിലേഷൻ്റെ എല്ലാമാണ് ഈ 5ാമത്തെ ഹൗസ്. 15 മെയ് മുതൽ 18 ഒക്ടോബർ വരെയാണ് 5th ഹൗസിൽ ജൂപ്പിറ്റർ സ്ഥിതി ചെയ്യുവാൻ പോകുന്നത്. ഈ 5 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? ആദ്യമായിട്ട് എഡ്യൂക്കേഷൻ, പഠിക്കുവാൻ